ട്രാവൽ ആൻഡ് ഫുഡ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നന്മയും മനുഷ്യത്വവും മറന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കൊറോണ എന്ന മഹാമാരിയെ നാം അതിജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രത്യാശയുടെയും നന്മയുടെയും തിരുനാളമായി നമുക്ക് മാതൃകയായ കോടിമത റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികളോടൊപ്പമാണ് നമ്മൾ ഇന്ന് ചേരുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കോടിമത റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ജൈവ കൃഷിക്ക് വേണ്ടി ഞങ്ങൾ ഈ കൊല്ലം ഏത്തവാഴയുടെ ഒരു കൃഷി ഇവിടെ തുടങ്ങി. ഞങ്ങൾ 600 വാഴകൾ ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടായി ഞങ്ങൾ കൃഷി ചെയ്തു. അതിന് വിളവെടുപ്പ് മഹോത്സവമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ വീട്ടുകാർക്കും ഒരു വാഴക്കൊല വെച്ച് നമ്മൾ ഇവിടുന്ന് വിതരണം ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. അതിൻ്റെ ആദ്യത്തെ വിളവെടുപ്പാണ്. മൊത്തം എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം ഓണത്തിന്. അത് നടന്നില്ല. അതിനു മുൻപേ പോലെ വാഴകളൊക്കെ പലതും വെട്ടേണ്ട സമയമായതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനൊരു പ്ലാൻ ചെയ്ത്. അതിനുവേണ്ടി ഇവിടെ വന്ന നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സണുണ്ട്, അതുപോലെ ഞങ്ങളുടെ കൗൺസിലർ, ഞങ്ങളുടെ സ്വന്തം കൗൺസിലറുണ്ട്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി ഉണ്ട്, ട്രഷററുണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഈ പരിപാടി ഈ മഴയും പിടിച്ച് ഇരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. നമ്മളെ റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയത് 2012 ജനുവരി 1-ാം തീയതിയാണ് തുടങ്ങിയത്. നമ്മുടെ അടുത്ത പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കഴിവ് സഹായം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയതാണ്. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് ആ ആൾക്കാർക്ക് നല്ല രീതിക്ക് ഉപകാരങ്ങളും ചികിത്സാ സഹായങ്ങളും ഒട്ടനവധി സഹായങ്ങളും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കൃഷി നമ്മളിവിടെ ചെയ്ത്, നമ്മൾ നേരത്തെ കറുകപ്പറമ്പിൽ ഇതുപോലെ ഒരു 500 വാഴ വെച്ചായിരുന്നു. അതും ഇതുപോലെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വെച്ചത് വാഴക്കൃഷി ചെയ്ത് അത് നാട്ടുകാർക്ക് ഒരു വീട്ടിൽ ഒരു കൊല വീതം കൊടുത്ത് നമ്മളിത് ഉദ്ഘാടനം ചെയ്തു. ഇപ്പം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മാഡം എത്തിയിട്ടുണ്ട്, നമ്മുടെ തിരുവഞ്ചൂർ സാർ ഉദ്ഘാടനം ചെയ്തു, ചെയർപേഴ്സൺ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മേലിലും ഇതിനുള്ള മാഡം ഇവിടെ വന്നിട്ട് എല്ലാം കണ്ടിട്ട് പോകുന്നുണ്ട്. ഇവിടെ വന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തു തരണം, അതെല്ലാം ചെയ്തു തരാനായിട്ട് ഉത്സാഹിച്ച് നിൽക്കണം. ഞങ്ങളുടെ സ്വന്തം ഞങ്ങളുടെ സഹോദരനെ പോലെ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. രണ്ട് വാക്ക് സംസാരിക്കാൻ. ഈ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എന്തെങ്കിലും ഈ വളമായിട്ടോ എന്തെങ്കിലും ഇത്രയും കാര്യങ്ങൾ കണ്ട സ്ഥിതിക്ക് സഹായിക്കാനായിട്ടുള്ള ഒരു നിയമം അനുശാസിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തരാൻ തരാമെന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത ചെയർപേഴ്സണും കൗൺസിലർക്കും ഈ അസോസിയേഷൻ്റെ വകയുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളും. എല്ലാവർക്കും നമസ്കാരം. കോടിമത റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഏത്തവാഴ കൃഷിയുടെ വിളവെടുപ്പ് ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറെ ചിന്തിക്കേണ്ടതും പ്രാധാന്യം കൊടുക്കേണ്ടതുമായ ഒരു വിഷയമാണ് കൃഷി. കേരളം പണ്ട് കേരവൃക്ഷങ്ങളുടെ നാടായിരുന്നു, കൃഷിക്ക് പേര് കേട്ടതായിരുന്നു. എന്നാൽ ഇന്ന് പലരും കൃഷിയെപ്പറ്റിയുള്ള അന്തസ്സത്ത മറന്നു പോകുന്നു. എന്നാലും ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുകയും ചെയ്ത ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും ആദ്യം തന്നെ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനിയും മുന്നോട്ടും നിങ്ങളുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന റെസിഡൻസ് അസോസിയേഷനാണ് ഇത് എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ ഉൾക്കൊള്ളുകയാണ്. സംസ്ഥാനത്തെ നന്നായി പ്രവർത്തിക്കുന്ന റെസിഡൻസ് അസോസിയേഷനുള്ള അവാർഡ് ഇതിനു മുമ്പ് കിട്ടിയത് ഞാൻ കോടിമത റെസിഡൻസ് അസോസിയേഷനെ അഭിനന്ദിക്കുന്നതിനുള്ള ഒരു പൂർവ്വകാല ചരിത്രം കൂടിയായി എടുക്കുകയാണ്. ഇപ്രാവശ്യം നമ്മളുടെ വാഴക്കൃഷി നടത്തുന്നതിന് ശ്രമിച്ചു, അത് നല്ല വിജയമായി. മാത്രമല്ല ജൈവ ഒരു വാഴക്കൃഷിയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷേ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു പ്രത്യേക ഗുണം കൂടി ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ടാകുകയാണ്. ഇപ്പം നല്ല വിളവുണ്ടായി എന്നുള്ളത് കാണുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ സ്കീം അനുസരിച്ച് ഒരു വീട്ടിൽ ഒരു വാഴക്കൊല എന്നുള്ള നിലയിൽ വളരെ ഓണം തന്നെ സമത്വസുന്ദരമായ സങ്കല്പമാണ്. ഇന്നിപ്പോൾ അതിൻ്റെ തുടക്കമാണ്.
ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. അക്ഷരനഗരിയായ കോട്ടയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് കോടിമത. കൊടൂരാറിന്റെ നീരൊഴുക്കിനാൽ പ്രകൃതി രമണീയമായ ഈ പ്രദേശത്ത് വിവിധ രാഷ്ട്രീയ ജാതി മതസ്ഥർ സാഹോദര്യത്തോടെ കഴിയുന്നു. 160 വീടുകളാണ് കോടിമത റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ കീഴിലുള്ളത്. മതമൈത്രിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ഓരോ ആഘോഷങ്ങളും അസോസിയേഷന്റെ ഭാഗമായി നടത്തിപ്പോന്നിരുന്നു. ഓണം, ക്രിസ്തുമസ്, ന്യൂ ഇയർ ആഘോഷങ്ങളും ഇഫ്താർ വിരുന്നും ഇതിൽ ഉൾപ്പെടുന്നു. 2016 ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച റെസിഡൻസ് അസോസിയേഷനുള്ള മനോരമ ചുറ്റുവട്ടം അവാർഡ് ഗവർണർ ജസ്റ്റിസ് പി സദാശിവത്തിൽ നിന്നും ഏറ്റുവാങ്ങാൻ സാധിച്ചു എന്നത് അസോസിയേഷന് ഒരു സുവർണ നേട്ടം തന്നെയാണ്. ജനമൈത്രി പോലീസിൽ നിന്നും മികച്ച പ്രവർത്തനത്തിനുള്ള അംഗീകാരവും ഇതിനകം ലഭിച്ചു കഴിഞ്ഞു. സംപ്രീതി, സംരക്ഷ തുടങ്ങിയ മാനസിക വൈകല്യങ്ങളുള്ള ആളുകളെ പരിചരിക്കുന്ന ട്രസ്റ്റിന് ഭക്ഷണം, വസ്ത്രം, പുതപ്പ് ഇവയൊക്കെ വിതരണം ചെയ്യുവാനും അസോസിയേഷന് സാധിച്ചു. പാലിയേറ്റീവ് കെയർ ക്ലാസുകൾ, പ്രാണിക് ഹീലിംഗ്, അക്യൂപ്രഷർ മുതലായ മരുന്നില്ലാത്ത ചികിത്സാ രീതി, ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം എന്നിവയും നടത്തിയിട്ടുണ്ട്. 2022 ജനുവരി 1 ദശാബ്ദിയോടടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.